പ്രിയപ്പെട്ട സർവാദരണീയരും നേതാക്കന്മാരുമായ UDF-ന്റെ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ, മോഹനൻ, ബഹുമാന്യനായ ബാലകൃഷ്ണൻ, അബ്ദുറഹ്മാൻ സാഹിബ്, അജീർ, പ്രിയപ്പെട്ട ഗോപിനാഥൻ, ജോൺസൺ, PD മോഹനൻ, KD മുസ്തഫ സാഹിബ്, മാർട്ടിൻ ജോർജ്, അബ്ദുൽ കരീം സാഹിബ്, കരീം ജലീൽ, പുരുഷോത്തമൻ, സാദുള്ള, താഹിർ, അമൃത രാമകൃഷ്ണൻ, MP മുഹമ്മദ് അലി, തങ്ങൾ, മാധവൻ മാസ്റ്റർ, ഫാറൂഖ് വട്ടപ്പൊയിൽ, രാഹുൽ, ലക്ഷ്മണൻ, ഷമാ മുഹമ്മദ്, സമീർ, പ്രിയപ്പെട്ട അഹമ്മദ് കുട്ടി, എല്ലാവരെയും അഭിവാദ്യം ചെയ്യുക. നൂറുകണക്കിന് വരുന്ന അംഗൻവാടി പ്രവർത്തകരും കുടുംബശ്രീയും സ്കൂളുകളിലെ NCC സ്കൗട്ട് വിഭാഗവും PTA പ്രസിഡന്റുമാരും പോലീസിന്റെ കൂട്ടവും സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരും ഒന്നുമില്ലാതെ തന്നെ എത്തിച്ചേർന്ന ഈ ജനക്കൂട്ടത്തെ ഞാൻ ഹൃദയംഗമമായി അഭിവാദ്യം ചെയ്യുന്നു. നിരവധി നേതാക്കന്മാർ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ പിറകിലുണ്ട്. നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയും ചെയ്തു. സംസ്ഥാനത്തൊട്ടുക്കും നിയോജകമണ്ഡലങ്ങൾ തോറും ആർഭാടങ്ങളില്ലാതെ, പണക്കൊടുപ്പുകളില്ലാതെ വിചാരണ സദസ്സുകൾ നടക്കുകയാണ്. ഇതുപോലെ പന്തല് കെട്ടി ഒരുമിച്ച് ചേർന്ന് എല്ലായിടത്തും ഇരിക്കുന്നില്ലെങ്കിലും കേരളത്തിലെ നിഷ്പക്ഷരുടെ മനസ്സ് മുഴുവൻ സ്വമേധയാ തന്നെ സർക്കാരിനെ പ്രതിക്കൂട്ടിലേക്ക് ആക്കി നിർത്തി വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. സ്തുതി പറയാൻ ഒരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ട് ആ വിചാരണയിൽ നിർബന്ധപൂർവ്വം രാജ്യത്തിലെ മീഡിയകൾക്കും പങ്കെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഒരുപക്ഷേ ഇന്ത്യയിലെ തന്നെ അതിനിർണായകമായ രാഷ്ട്രീയ സംഭവങ്ങളിലൂടെയാണ് ഓരോ ദിവസവും നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ ഭയാനകമായ വിധത്തിലുള്ള ഫാഷിസത്തിന്റെയും അതിന് സമാനമായ രാഷ്ട്രീയത്തിന്റെയും അടിവേരുകൾ ഇറക്കുമ്പോഴും ഇന്ത്യ അതിന്റെ അടിസ്ഥാനപരമായ ജനാധിപത്യ ശക്തിയെ ഒരു ബദലായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഈ രാജ്യം രക്ഷപ്പെടില്ലെന്ന പ്രതീക്ഷയോടെ തന്നെ ഇന്ത്യയിലെ മാർക്സിസ്റ്റുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ ഉയർത്തിക്കാണിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ഇന്ത്യയിലെ 4 സ്റ്റേറ്റുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അമ്പയെ പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്ന വലിയ പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇവിടുത്തെ ഫാഷിസ്റ്റുകളെക്കാൾ കൂടുതൽ മാർക്സിസ്റ്റുകളാണ്. യഥാർത്ഥത്തിൽ ആ തെരഞ്ഞെടുപ്പിന്റെ അകത്തേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കിയാൽ വ്യക്തമാകുന്നതിന്റെ രാഷ്ട്രീയമുണ്ട്. വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഫാഷിസത്തോട് പൊരുതാൻ കഴിയുന്ന, ഇന്ത്യയിലെ സംഘപരിവാരത്തോട് പൊരുതാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയായി ഇന്ത്യയുടെ മുമ്പിൽ ഇപ്പോഴും കോൺഗ്രസ് ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഒരുപക്ഷേ ഈ കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകൾ. ഞങ്ങൾ കോൺഗ്രസ് അടക്കമുള്ള ഒരു മുന്നണിയിലെ കക്ഷികളാണ്. ഞങ്ങളുടെ സമീപനങ്ങൾ ശരിയാണെന്ന് അടിവരയിടുന്നതാണ് ആ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ കൂടെ ഞങ്ങൾ വ്യത്യസ്തമായ ഘടകകക്ഷികൾ ഈ വേദിയിൽ തന്നെ അതിന്റെ നേതാക്കന്മാരുണ്ട് ഞങ്ങൾ നിൽക്കുന്നത്? എല്ലാ അർത്ഥത്തിലും കോൺഗ്രസ് ആ പാർട്ടിയെ ഇതിലെ ഘടകകക്ഷികൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. വ്യത്യസ്തമായ കൊടികൾ, വ്യത്യസ്തമായ നിറങ്ങൾ, വ്യത്യസ്തമായ പരിപാടികൾ എല്ലാമുണ്ട്.
അടിസ്ഥാനപരമായി കോൺഗ്രസുമായി രാഷ്ട്രീയ വിയോജിപ്പുകളുണ്ട്. പക്ഷെ വിയോജിക്കാൻ വേണ്ടത് ഈ രാജ്യമാണ്. ഈ നാടുണ്ടെങ്കിലല്ലേ വിയോജിപ്പുള്ളൂ. ഈ രാജ്യത്തെ നിലനിർത്താനുള്ള ജനാധിപത്യപരമായ പോരാട്ടത്തിൽ ആ വിയോജിപ്പുകളെയൊക്കെയും മറച്ചുവെക്കുകയും എന്നാൽ ആ വിയോജിപ്പുകൾ അതിശക്തമായി ഉള്ളിലുണ്ടാവുകയും ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇന്ത്യ മുന്നണി എന്ന തരത്തിൽ തന്നെ ഇവിടെ നിൽക്കുന്നത്. അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ്. ചുമരുണ്ടെങ്കിലേ ചിത്രം വരക്കാൻ കഴിയൂ എന്ന് എപ്പോഴും പറയുന്ന പോലെ നാടുണ്ടാവുകയാണ് പ്രധാനം. ആ ബോധ്യമാണ് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമായിരിക്കുന്നത്. ഫാഷിസ്റ്റുകളോട് എതിരിടാൻ കോൺഗ്രസ് ജയിച്ചില്ല എല്ലായിടത്തും എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ആരോടാ മത്സരിച്ചത്? വെറും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് മാത്രമാണ്. പണത്തോട്, അധികാരത്തോട്, മീഡിയയോട്, ഫേക്ക് മീഡിയയോട്, ഡീപ് ഫേക്ക് മീഡിയയോട്, സോഷ്യൽ മീഡിയയോട്, മതത്തെ ഉപയോഗിക്കുന്നവരോട്, ജാതി ഉപയോഗിക്കുന്നവരോട്, അങ്ങനെ കൈകളിലുള്ള സകല ആയുധങ്ങളും. അത് മാത്രമല്ല കമൽനാഥ് പറഞ്ഞതുപോലെ EVM മെഷീൻ അടക്കമുള്ള സകല കുതന്ത്രങ്ങളോടും നെറികേടുകളോടുമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ പോരാട്ടമുണ്ടായത്. ആ പോരാട്ടത്തിലാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ CPM-കാരൻ മറന്നുപോയ ഒരു കാര്യമുണ്ടല്ലോ. അത് കോൺഗ്രസിന്റെ പരാജയം മാത്രമല്ലല്ലോ, നിങ്ങളുടെ പരാജയമോ? സൗത്ത് ഇന്ത്യയിൽ CPM-ന് കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഇടം ആന്ധ്രയാണ്. ആ പഴയ ആന്ധ്രയിൽ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ തെലുങ്കാനയിൽ. ആ തെലുങ്കാനയിലേക്കല്ലേ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് പോയത്? ഏതായിരുന്നു അത് സന്ദർഭം എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ ജാഥ കാശ്മീരിൽ സമാപിക്കുന്ന ദിവസം അദ്ദേഹത്തിന്റെ ജാഥ കേരളത്തിൽ വന്നപ്പോ കണ്ടതല്ലേ നമ്മൾ. EM ശങ്കരൻ നമ്പൂതിരിപ്പാട്ടിന്റെ നാട്ടിലാണ് ആ മനുഷ്യനെ അപമാനിക്കാൻ വേണ്ടി പോസ്റ്റർ കെട്ടിയത്. 4500 കിലോമീറ്റർ ഇയാൾ നടക്കുന്നത് കാണട്ടെ എന്നായിരുന്നു സഖാക്കൾ. പക്ഷേ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ നാടിൽ പുലാമന്തോളില് ഉയർത്തിയിട്ടുള്ള ഓഫീസിന്റെ മുകളിലേക്ക് കൈ ഉയർത്തി വീഴ്ചി രാഹുൽ ഗാന്ധി നടക്കുമ്പോ അവിടെ നിങ്ങൾ കെട്ടിയ പോസ്റ്റർ പൊറാട്ട തിന്നാനുള്ള ജാഥയാണിതെന്ന് പറഞ്ഞായിരുന്നു. ആ മനുഷ്യൻ പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു. ഇന്ത്യയുടെ തെരുവുകൾ മുഴുവൻ യാത്ര ചെയ്തപ്പോഴാണ് ഈ രാജ്യം ഒരു വെറുപ്പിന്റെ കമ്പോളമായി മാറിയിരിക്കുന്നു എന്നും അവിടെ ഒരു ചെറിയ സ്നേഹത്തിന്റെ കട ഞാൻ തുറക്കുമെന്നും പറഞ്ഞു ജാഥ പോയത്. ഞങ്ങൾ ആകാവുന്നിടത്തോളമൊക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചു. ജാഥ കാശ്മീരിൽ അവസാനിക്കുന്ന നിമിഷം ഇന്ത്യയുടെ മുഖമാകെ മാറിയിരുന്നു. പോയ പോലെ ആയിരുന്നില്ല ജാഥ. പ്രതീക്ഷാ നിർഭരമായാണ് ആ മനുഷ്യനെ ജനങ്ങൾ നോക്കാൻ തുടങ്ങിയത്. എല്ലാ പ്രതിപക്ഷ കക്ഷികളും കാശ്മീരിൽ അന്ന് വിമാനമിറങ്ങി. അന്ന് കാശ്മീരിൽ ജാഥ സമാപിക്കുമ്പോ തെലുങ്കാനയിൽ 3 പേർ ഒരുമിച്ചിരുന്നു. ഒന്ന് KCR, ഒന്ന് കേരളത്തിന്റെ പിണറായി വിജയൻ, മറ്റൊന്ന് ആം ആദ്മി പാർട്ടിയുടെ നേതാവ്. അവരിപ്പോൾ പിൻവാങ്ങി. ഈ 3 പേരും ഒരുമിച്ചിരുന്നാണ് അവിടെ സംസാരിച്ചത്. കേരളം കഴിഞ്ഞാൽ CPM-ന് സ്വാധീനമുള്ള തെലുങ്കാന. നിങ്ങൾ എവിടെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ? CPI-ക്ക് സീറ്റ് ഉണ്ടായല്ലോ. എന്റെ CPM-കാർക്ക് ഒരു സീറ്റ് പോലും തെലുങ്കാനയിൽ കിട്ടിയില്ല. KCR തോൽക്കുമെന്ന് ഞങ്ങൾക്ക് ആദ്യമേ ഉറപ്പുണ്ടായിരുന്നു. കാരണം കൈപിടിച്ചത് മാൻഡ്രാക്ക് ആയതുകൊണ്ട് അയാൾ പോവുകയല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. സ്വാഭാവികമാണ്, തോറ്റു പോകും. മാൻഡ്രാക്കിനെ കണ്ടതും KCR പോയി. പക്ഷെ CPM എവിടെ? എന്റെ CPM-കാരാ 10 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ആന്ധ്രയിൽ തെലുങ്കാനയിൽ കോൺഗ്രസ് പ്രതിപക്ഷത്ത് നിന്ന് ഭരണപക്ഷത്തിലേക്ക് വരുന്നത്. 10 കൊല്ലം കഴിഞ്ഞു. നിങ്ങൾക്ക് പശ്ചിമ ബംഗാളിൽ നോമിനേഷൻ കൊടുക്കാനാവുന്നുണ്ടോ? ഇപ്പോ ത്രിപുരയിൽ നോമിനേഷൻ കൊടുക്കാനാവുന്നുണ്ടോ നിങ്ങൾക്കിപ്പോ? ഖിയാമത്ത് നാൾ വരെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ ഇപ്പോ? എന്താ ഇല്ലാത്തത്? ജനാധിപത്യത്തിന്റെയും ഫാഷിസത്തിന്റെയും വ്യത്യാസം അതാണ്. ഫാഷിസത്തെ തകർത്തു കളഞ്ഞാൽ ജനങ്ങൾ പിന്നെ അടുപ്പിക്കില്ല. ജനാധിപത്യം പിന്നെയും പിന്നെയും വിശകലനങ്ങൾക്ക് വിധേയമാകുന്ന ഒരു പ്രക്രിയയാണ് ജനങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയും തോറ്റുപോയ ട്രംപ് വരാനിരിക്കുന്ന അമേരിക്കൻ കോൺഗ്രസിൽ തിരിച്ചു വരുമെന്ന് അമേരിക്കയുടെ സർവേകൾ പറയുന്നു. ബൈഡൻ തോൽക്കുമെന്നാണ് കണക്ക്, പുതിയ കണക്ക്. ജനാധിപത്യം അങ്ങനെയാണ്. അത് അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും ലോകത്തിലെവിടെയായാലും ജനാധിപത്യത്തിന്, ഗാന്ധിജി വിഭാവന ചെയ്ത ജനാധിപത്യത്തിന് അങ്ങനെ ഒരു സവിശേഷതയുണ്ട്. അതുകൊണ്ട് തെലുങ്കാനയിൽ കോൺഗ്രസ് ശക്തമായി തിരിച്ചു വരാൻ അവർക്ക് സാധിച്ചു. കർണാടകയിൽ 2 പ്രതിഭാധനന്മാരായ നേതാക്കന്മാരുണ്ടായിരുന്നു. അവരെ
82% ഹിന്ദുക്കളുള്ള കർണാടക, കയ്യിലുള്ള സകല ഫാഷിസവും പുറത്തെടുത്ത് BJP അടരാടിയ കർണാടക, അവിടുത്തെ ചെറിയ മൈനോട്ട് ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങളുടെ പേരിൽ ഹിജാബിനെ കച്ചവടം ചെയ്യാൻ ശ്രമിച്ച BJP എല്ലാവരെയും കോൺഗ്രസ് തോൽപ്പിച്ചു. 2 പേർ നേതൃത്വം കൊടുത്തു. ഒന്ന് DK ആയി, ഒന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും. സ്വാഭാവികമായി കോൺഗ്രസിന് ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന ഒരു ചർച്ച. എന്താ ഇത്ര അത്ഭുതമുള്ളത്? DK വേണമോ അതല്ലെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വേണമോ? ഒരു ചർച്ച. ആ ചർച്ച ഡൽഹിയിൽ നടക്കുമ്പോ ഇവിടുത്തെ സഖാക്കളും ദേശാഭിമാനിയും ആഘോഷിച്ചത് കണ്ടില്ലേ? കോൺഗ്രസുകാർ കണ്ടില്ലേ? അവർ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തില്ല. ശരിയാ, ഇത്തിരി വൈകിപ്പോയി. പക്ഷേ 1 മാസം മുമ്പാണ് BJP അവിടെ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്തത്. ഇന്ത്യ ഭരിക്കുന്ന BJP. എന്തേ ദേശാഭിമാനിയിൽ വാർത്ത വന്നില്ല? എന്താ നിങ്ങൾ BJPയെ പരിഹസിച്ചില്ല? മധ്യപ്രദേശിൽ ഇപ്പോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത് എത്ര ആഴ്ച കഴിഞ്ഞാണ്? എന്തേ ദേശാഭിമാനിക്ക് വാർത്തയില്ലാത്തത്? രാജ്യത്തിലെ ഫാഷിസ്റ്റുകളെ വെള്ളപൂശുകയും അതിന് മതേതര കക്ഷികളെ പരിഹസിക്കുകയും ചെയ്യുന്ന രീതി എന്താണ്? ഒന്നുകൂടെ ഞാൻ CPM-നോട് ചോദിക്കട്ടെ. സത്യത്തിൽ സൗത്ത് ഇന്ത്യ, കേരളത്തിലെ CPM-ന്റെ ഭരണമടക്കം സൗത്ത് ഇന്ത്യ ഈ പോരാട്ടത്തിൽ നമ്മൾ BJP മുക്തമാക്കി കഴിഞ്ഞു. അതൊരു ചെറിയ വിഷയമല്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ ഗൗരവത്തോടെ കാണണമെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്. ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലടക്കം വലിയ കൺഫ്യൂഷനുകൾ ഉണ്ടാക്കാൻ എങ്ങനെ കോൺഗ്രസിന്റെ എണ്ണത്തെ കുറക്കാൻ കഴിയുമോ കേന്ദ്രത്തിൽ എന്ന് പരിശോധിക്കുന്ന തിരക്കിലാണ് BJP എങ്കിൽ അതേ BJPയുടെ രാഷ്ട്രീയ തന്ത്രത്തെ അറിഞ്ഞോ അറിയാതെയോ പയറ്റുന്നതും CPM-ആണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ത്യ മുന്നണിയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യമെന്ന് പറയുന്നത് പരസ്പരം അതിനകത്തിരുന്ന് സീറ്റുകളുടെ എണ്ണം കുറക്കാതെ പിടിക്കണമെന്നാണ്. എല്ലാവരും സാധ്യമാണ്. എന്തുകൊണ്ടെന്നാൽ സൗത്ത് ഇന്ത്യ BJP മുക്തമായി കഴിഞ്ഞു. നിങ്ങളൊന്ന് പരിശോധിക്കുക. തമിഴ്നാട്, കർണാടക, കേരളം അങ്ങനെ പരിശോധിച്ചാൽ സൗത്ത് ഇന്ത്യയിൽ അതീവ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. നോർത്ത് ഈസ്റ്റിലേക്ക് പോയാൽ മണിപ്പൂരുണ്ട്, മിസോറാം ഉണ്ട്. മണിപ്പൂരിലെ കലാപം നിങ്ങൾക്കറിയാം, മിസോറാമിന്റെ അശാന്തി നിങ്ങൾക്കറിയാം, ആസാം നമ്മൾക്കറിയാം. നോർത്ത് ഈസ്റ്റും അശാന്തമാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 3 സ്റ്റേറ്റുകളുണ്ട്. ഏറ്റവും ജനബാഹുല്യമുള്ള സീറ്റുകളുള്ള സ്റ്റേറ്റുകളിൽ പെട്ടിട്ടുള്ള 3 സ്റ്റേറ്റ്. ഒന്ന് ബീഹാർ, കഴിഞ്ഞ പോലെയല്ല. ലാലു പ്രസാദ് അദ്ദേഹം അടക്കമുള്ള ഒരു മുന്നണി ഒട്ടും ക്ഷീണിച്ചിട്ടില്ലാത്ത വിധം അവിടെ ശാക്തീകരിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് കർണാടക, കോൺഗ്രസ് ഗംഭീരമായി ജയിച്ചു വന്നിരിക്കുകയാണ്. മറ്റൊന്ന് മഹാരാഷ്ട്രയിലെ കുതിര കച്ചവടം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കില്ല എന്ന് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. തികച്ചും അനുകൂലമായ, മാത്രമല്ല ഈ കഴിഞ്ഞ ജയിച്ചു എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഉണ്ടാകുന്ന വ്യത്യാസം 2% മാത്രമാണ്. ഇന്ത്യ മുന്നണി കരുതലോടെ ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ തീരുമാനിച്ചാൽ ഈ രാജ്യത്ത് അതിഗൗരവത്തോടുകൂടി ഫാക്സിസത്തെ വേലറുക്കാൻ 2024 സാധിക്കുമെന്നതിന് സംശയമൊന്നുമില്ല. അതിന് കഴിയണമെന്നുമാണ്. ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. ഇന്ത്യ മുന്നണിയുടെ യോഗം ഇന്ന് ഡൽഹിയിൽ നടക്കുകയാണ്. ആ യോഗത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഗൗരവപ്പെട്ട വിഷയം പരസ്പരം ഇന്ത്യ മുന്നണിയുടെ അകത്തിരിക്കുന്നവർ സീറ്റുകൾ കുറക്കാതെ പിടിക്കുക. ഞാൻ CPM-കാരോട് ചോദിക്കട്ടെ, നിങ്ങളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയൊന്നുമില്ല, എന്നാലും ചോദിക്കാം. നിങ്ങൾ ഈ മുന്നേറ്റത്തെ സഹായിക്കാൻ നിങ്ങൾക്കാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഞാൻ ചോദിക്കട്ടെ, ഈ വോട്ടുകൾ, പാർലമെന്റിലേക്ക് വരുന്ന വോട്ടുകളെ കുറക്കാതിരിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ അടിസ്ഥാനപരമായ താല്പര്യം BJP വിരുദ്ധമാകയാൽ നിങ്ങൾ തലകുത്തി മറിഞ്ഞാലും ജയിക്കാൻ സാധ്യതയില്ലാത്ത 2 സീറ്റ് ഞാൻ പറയാം. 2 സീറ്റ്. ഒന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാടാണ്, മറ്റൊന്ന് ശശി തരൂർ മത്സരിക്കുന്ന തിരുവനന്തപുരവുമാണ്. ഈ 2 സീറ്റുമല്ലേ? ഈ 2 സീറ്റിലും ഇന്ത്യ മുന്നണിയുടെ നായകന്മാരായതുകൊണ്ട് ഞങ്ങൾ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല. ഏതായാലും പോക്കാൻ നിർത്തുകയാണ്. 18-ലും നിങ്ങൾ 20-ലും തോൽക്കുകയാണ്. അപ്പൊ ഏതായാലും 2 സീറ്റ് മാനം രക്ഷപ്പെടുത്താൻ ഞങ്ങൾ അവിടെ മത്സരിക്കുന്നില്ല എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ CPM വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാണിക്കില്ലെന്ന ഉറപ്പുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കാണിക്കും. എന്താ കാണിക്കാത്തത്? ഞങ്ങൾ കാണിക്കാത്തതിന് നിസ്സാരമായ കാര്യങ്ങളല്ല ഉള്ളത്. ഒരു കാര്യം ഞാൻ പറയാം, ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണ്.
ദേവഗൌഡ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയാണ്. കർണാടക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ദേവഗൌഡ പറഞ്ഞു, എന്റെ പാർട്ടിക്ക് കർണാടകയിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ബിജെപിയുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കാൻ ഉപകരിച്ചത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ബിജെപി ബാന്ധവമാണ്. ഇത് ഷാജിയുടെ വാക്കല്ല, പിറകിലിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെയും വാക്കല്ല, ഒരു കോൺഗ്രസ് നേതാവും പറഞ്ഞതല്ല. ദേവഗൌഡ പറഞ്ഞത് കർണാടകയിൽ ബിജെപിയെ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ബിജെപിയുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയതിന് സഹായിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബിജെപി ബന്ധമാണ്. ആ ബന്ധമുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഇന്ത്യ മുന്നണിയെ സഹായിക്കാനാവില്ല. ഒരു ഭാഗത്ത് ഒരിക്കലും കഴിയില്ല. രണ്ടാമത് ഞാൻ ചോദിക്കുന്നത്, അവിടെ അത് മാത്രമല്ലല്ലോ, വേറെയും പ്രശ്നങ്ങളുണ്ടല്ലോ. കരുവന്നൂർ ബാങ്ക് ഒരു പ്രശ്നമല്ലേ? കരുവന്നൂർ ബാങ്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ചില ദിവസങ്ങളിൽ പത്രങ്ങളിൽ തലക്കെട്ടാണ്. എന്താ അതിനകത്ത് ഉണ്ടാവുക? മൊയ്തീനെപ്പം പിടിക്കും, മറ്റേ ആളെപ്പം പിടിക്കും, ഇതാ മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം എത്തും, CPM-ന്റെ ഇത്ര നേതാക്കന്മാർ കുടുങ്ങും, ഇതാ ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുകയാണ്, ഭയങ്കര ബഹളം. 2 ദിവസം കഴിഞ്ഞാൽ കരുവന്നൂർ ബാങ്ക് പത്രത്തിന്റെ പെട്ടിക്കോളത്തിന്റെ പോലും വാർത്തയാണ്. എന്നാൽ ഇതൊക്കെ അങ്ങനെ ആറി തണുത്ത് ഒന്ന് വരുമ്പോ പിന്നെയും കാണാം കരുവന്നൂർ ബാങ്ക് ഒരു കരുവാണ്. എന്തെന്നറിയുമോ? ഒരു ഇരയാണ്. ബിജെപി CPM-നെ പിടിക്കാൻ ബിജെപി നടത്തുന്ന ഒരു നാടകം. യഥാർത്ഥത്തിൽ കരുവന്നൂർ ബാങ്കിൽ യഥാവിധി അന്വേഷിച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള CPM നേതാക്കന്മാർ ഇത് ജയിലിലേക്ക് തള്ളപ്പെടുന്ന വലിയ കൊള്ളയാണ്, വലിയ കൊള്ളയാണ്. പക്ഷെ ബിജെപി കരുവന്നൂർ ബാങ്കിനെ വെക്കുന്നത് ഇന്ത്യ മുന്നണിയിൽ CPM ഘടകകക്ഷിയാവുന്നതിനെ തടുക്കാനാണ്. ഇന്ത്യ മുന്നണിയിൽ ബിജെപി, ഇന്ത്യ മുന്നണിയിൽ എങ്ങനെയാണോ CPM ചെല്ലുന്നത്, ആ ചെല്ലുന്നത് ബിജെപി തടുക്കും. അതിന് ഒരു നമ്പർ കരുവന്നൂർ ബാങ്കാണ്. രണ്ടാമത്തതോ സ്വർണ്ണക്കടത്താണ്, ലൈഫ് പദ്ധതിയാണ്. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ അടുത്ത് പാലക്കാട്ടിലെ ഒരു വില്ലേജ് അസിസ്റ്റന്റ് അയാളുടെ വീട് റെയ്ഡ് ചെയ്തപ്പോ 1.5 കോടി രൂപയോളം ബെഡിന്റെ അടിയിൽ നിന്ന് പിടിച്ചു, അഴിമതി പണയം. അത് പിടിച്ചു വലിയ വിഷയമായപ്പോ മുഖ്യമന്ത്രിയുടെ ഒരു ഉഗ്ര സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താ സ്റ്റേറ്റ്മെന്റ് എന്നറിയോ? വില്ലേജ് ഓഫീസർ അറിയാതെ എങ്ങനെയാണ് വില്ലേജ് അസിസ്റ്റന്റ് ഈ പൈസ വാങ്ങിയതാണ്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. എന്റെ ചോദ്യം, സ്വർണ്ണക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കേസിലും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ ജയിലിൽ കിടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ചോദ്യം ആവർത്തിക്കട്ടെ, എങ്ങനെയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത്ര കോടി കട്ടത് മുഖ്യമന്ത്രി അറിയാതെ പോയത്? പാടില്ലല്ലോ. വില്ലേജ് അസിസ്റ്റന്റ് കട്ടത് വില്ലേജ് ഓഫീസർ അറിയണമെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി കട്ടത് മുഖ്യമന്ത്രി അറിയണ്ടേ? എന്തേ അറിയാത്തത്? സ്വർണ്ണക്കടത്തും ലൈഫ് മിഷനും ഒരു തലമുടിനാരുടെ വ്യത്യാസത്തിൽ മുഖ്യമന്ത്രി രക്ഷപ്പെട്ടു നിൽക്കുകയാണ്. ഇന്ത്യ മുന്നണിയിൽ CPM ഘടകകക്ഷിയാവില്ല. മുന്നണിക്കകത്തുണ്ട് എന്നവർ പറയുന്നു. പക്ഷേ CPI പറഞ്ഞിട്ടുണ്ട് ഇതൊരു മുന്നണിയല്ല, സഖ്യമാണ്. സഖ്യമാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഗവേണിംഗ് ബോഡിയിൽ അതിന്റെ സംഘടനാ സ്ട്രക്ചറിനകത്ത് CPM ഉണ്ടാവണം. ഉണ്ടായിട്ടില്ല. നാലാമത്തെ കാര്യം എന്താ അറിയുമ്പോൾ ED-യാണ്. ED കയറാത്തത് എവിടെ? ED കയറാത്തത് എന്നെ വരെ വിട്ടിട്ടില്ലേ ED? അറിയാങ്ങള് എന്നോട് അന്വേഷിക്കാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞത് 25 ഉലുവെന്നാ ചോദിച്ചത്. അറിയാങ്ങള് 25 ലക്ഷമൊക്കെ ED-ക്ക് 25,000 കോടിയുടെ കേസ് അന്വേഷിക്കുന്ന ED എന്റെ വീട്ടിൽ വരെ വന്നിട്ടുണ്ട്. എന്റെ ഭാര്യ അടക്കം ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നാ പിണറായി വിജയനെ പോലെ ഒരു ഇന്റർനാഷണൽ കള്ളനെ എന്താ ED വെറുതെ വിടുന്നത്? ഒരു ചെറിയ കള്ളന, ഒരു ചെറിയ മീന. ആരാ സഖാവ് പിണറായി വിജയൻ? ആർക്കാ അറിയാത്തത്? കണ്ണൂർ വന്നല്ലേ ഞാൻ സംസാരിക്കുന്നത്. ഈ നാട്ടിൽ നിന്നല്ലേ അയാൾ പിച്ച വെച്ച് തുടങ്ങിയത്. എനിക്ക് പറയാൻ 10 റുപ്യ വീഴുന്നാൻ ചോദിച്ചാൽ തിരിച്ചു പറയാവുന്ന ഒരു പാരമ്പര്യവും ഒരു കച്ചവടവും ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ബാപ്പാക്കും ബാപ്പാന്റെ ബാപ്പാക്കും ഉണ്ട്. ഞാൻ തിരിച്ചു ചോദിക്കണില്ല. അങ്ങനെ എവിടുന്നാണ് അതൊക്കെ ഉണ്ടാക്കിയത്? എപ്പോഴാണ് നിങ്ങൾക്ക് വിലസന തുടങ്ങിയത്? ഈ സൗകര്യം എപ്പോഴാണ് ഉണ്ടാക്കിയത്? ചായക്കച്ചവടം നടത്തിയില്ല. ഇനി വേണ്ട, ഇതുപോലെ സമ്മേളനം നടത്തുമ്പോൾ നിങ്ങൾ കടല വിറ്റില്ല. ഇല്ലല്ലോ. പിന്നെ എവിടുന്ന ഈ സൗകര്യമൊക്കെ, ഈ കോടികളുടെ ആസ്തിയൊക്കെ എവിടുന്ന് വാരിക്കൂട്ടിയതാണ്? അന്വേഷിക്കാൻ ED-ക്ക് പറ്റൂലേ? ED-യുടെ ചോദ്യങ്ങളെ നേരിട്ട ഒരാളെന്ന നിലയ്ക്ക് എനിക്കറിയാം 1000 വട്ടം ചോദ്യം ചെയ്യാനുള്ള കുറ്റവാളിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. പക്ഷെ ചോദിക്കുന്നില്ല. ഞങ്ങള് ചോദിക്കൂല. സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ ED-യാണ്. കർണാടകയിൽ DK ശിവകുമാറിനെ പോലെയുള്ള ഒരു ധീരനായ കോൺഗ്രസ് നേതാവിനെ തിഹാർ ജയിലിൽ അടച്ചു. നിങ്ങള് ചിദംബരത്തെ കൊണ്ടുപോയി.
സ്റ്റാലിൻ വെറുമൊരു മുഖ്യമന്ത്രിയല്ല, താരപരിവേഷമുള്ള മുഖ്യമന്ത്രി. കരുണാനിധിയുടെ മകൻ, സ്റ്റാലിന്റെ മകൻ. ഏറ്റവും റീസെന്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള അയാളുടെ സിനിമ ഉണ്ട് വാമന്നൻ. തമിഴ് സിനിമ കാണുന്നവർക്കറിയാം. വാമന്നൻ അത്ര ഹിറ്റാണ്. അയാളുടെ സൈക്കോ എന്ന് പറയുന്ന സിനിമ അതിനേക്കാൾ ഹിറ്റാണ്. അയാൾ ആ മന്ത്രിസഭയിലെ മന്ത്രിയാണ്. അവന്റെ വീടാണ്. മണിക്കൂറല്ല 4 ദിവസം വളഞ്ഞിട്ടത് ഇഡിയും ഇൻകലാബും ഒക്കെ. എന്തേ പിണറായി വിജയൻ എടുത്തു വരുന്നില്ല? എന്നാണോ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷിയായി അതിന്റെ സ്ട്രക്ചറിനകത്ത് CPM വരുന്നത്, പിറ്റേ ദിവസം പിണറായി വിജയനെ ഇഡി പോക്കും. ഒരു സംശയങ്ങൾ വിചാരിക്കണം. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ അതിന്റെ സംഘടനാ സ്ട്രക്ചറിനകത്ത് പിണറായി വിജയൻ വരില്ല. അഞ്ചാമത്തത് എന്താ അറിയുക? അഞ്ചാമത്തെ സുപ്രധാനമായ കാര്യങ്ങളിൽ അഞ്ചാമത്തത് ഒന്ന് നമ്മുടെ ഊരാലുങ്കലാണ്. ഊരാലുങ്കൽ ഒരു കാരണവശാലും ഊരാലുങ്കൽ ഏതാണ്? ഇവിടെ വെറുതെ മുദ്രാവാക്യം വിളിച്ചു കിടക്കണ ഏതെങ്കിലും സഖാവിന് അറിയാം എന്താ ഊരാലുങ്കൽ? അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടോ സഖാവെ? അത് ഒരു കോടിയുടെ കേസാണ്, 1000 കോടിയുടെ കേസാണോ, കോടാനുകോടിയുടെ കേസാണോ? നിങ്ങൾക്ക് എണ്ണാനാവൂല, എണ്ണി തീർക്കാൻ കഴിയില്ല. അവരെടുക്കുന്ന വർക്ക് നിങ്ങൾക്കറിയില്ല. ലോകോത്തര കമ്പനികൾ എടുക്കുന്ന വലിയ വർക്കുകളിലേക്കാണ് ഇവരെടുക്കുന്നത്. കോട്ട് ചെയ്യുന്നത് 1000 കോടിയും 2000 കോടിയാണ്. ആ ഊരാലെങ്കില് എന്താ പിടിക്കപ്പെടാത്തത്? മുഖ്യമന്ത്രി സ്വാഭാവികമാണ്. രാജ്യം കോൺഗ്രസ് ഭരിച്ചാലും CPM ഭരിച്ചാലും ഒക്കെ കേന്ദ്രം ഭരിക്കുന്നത് BJP അല്ല, ഇനി RSS ആയാലും. ഈ രാജ്യത്തിന്റെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് കേന്ദ്രമന്ത്രിമാർ വരുമ്പോ കേരള മന്ത്രിമാർ സ്വീകരിക്കേണ്ടി വരും, മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ടി വരും, സ്വാഭാവികമാണ്. പക്ഷേ അങ്ങനെ സ്വീകരിക്കല്ലോ ചെയ്തത് ഗഡ്കരിയെ കൊണ്ടുപോയത് ക്ലിഫ് ഹൗസിലാണ്. ക്ലിഫ് ഹൗസ് ആരാ പറയുന്നത്? നടൻ സുരേഷ് ഗോപി പറയുന്നുണ്ട്, BJP നേതാവ്. ഞാൻ സാക്ഷിയാണ്. ഞാൻ അവിടെ നിന്ന് മാറുമ്പോൾ രഹസ്യ സംഭാഷണമുണ്ട്. ഗഡ്കരിയെ നമ്മളുടെ മുഖ്യമന്ത്രിയുടെ മകള് വിളിക്കുന്നത് ഗഡ്കരി അങ്കിൾ എന്നാണ്. തേനുറ്റു അങ്കിളാണ്. ആ ഗഡ്കരി അങ്കിളുമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ എഗ്രിമെന്റ് ഉണ്ടല്ല, ആ എഗ്രിമെന്റ് ആണ് ULCC എന്ന് പറയുന്ന കോടിക്കണക്കിന് രൂപയുടെ CPM സ്വത്തിനെ സംരക്ഷിച്ചു നിർത്തുന്നത്. നിങ്ങൾ എന്നാണോ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയാവുന്നത്, അന്ന് ഈ പറയുന്ന ULCCയുടെ മുകളിൽ അന്വേഷണം ഉണ്ടാകും. ഇതാണ് CPM എന്ന് പറയുന്ന കക്ഷി. ഇനി ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ ഒരു യാത്ര നേരത്തെ പറഞ്ഞു, പൊന്നട്ടം പെടുന്ന പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, എന്നാ നിങ്ങളുടെ നവകേരള യാത്ര ഉണ്ടല്ലോ, അതന്നെ ആ പേര് തന്നെ ഒരു തട്ടിപ്പാണ്. ഒരു പുതിയ കേരളം, EMSന്റെ പുതിയ കേരളമല്ല, അച്യുതാനന്ദന്റെ പുതിയ കേരളമല്ല, നായനാരുടെ പുതിയ കേരളമല്ല, പിന്നെ ഈ ടീമാണ് പുതിയ കേരളം ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ടീം. ആവട്ടെ, അതിന്റെ ആന്തരികമായ രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ ഇറങ്ങണില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ യാത്ര നിങ്ങളൊന്ന് പറഞ്ഞേ, എന്തിനാ ഈ യാത്ര എന്നറിയോ? സത്യത്തിൽ ഇത് വേറെ ഇപ്പൊ എന്തിനാ യാത്ര എന്ന് ഓർക്ക് എന്നെ മനസ്സിലായിട്ടില്ല, ഇപ്പോഴും മനസ്സിലായിട്ടില്ല. യാത്രയുടെ ലക്ഷ്യങ്ങൾ മാറ്റി 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 പറയാൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, അതെന്താന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന മാസപ്പടി അപകടകരമായ ഒരു വാർത്തയാണ്, ചെറുതല്ല. മരിച്ചുപോയ കാലത്തിന് അറിയില്ലേ നിങ്ങൾ? അതും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, അതും ഒരു മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ആ കാനത്തിന്റെ സ്ഥാനം, സെക്രട്ടറി സ്ഥാനം, അവസാന നാളില് ആ മനുഷ്യൻ ഒരുപാട് വേദന നിന്നാണ് മരിച്ചുപോയത്. ഒരു നല്ല നേതാവായിരുന്നു കാനം. ആ കാലത്തിന്റെ യോഗത്തിന്റെ ആധിക്യം കൊണ്ട് കാല് മുറിച്ചു. പക്ഷെ CPIക്ക് എന്ത് വിയോജിപ്പുകൾ ഉള്ളപ്പോഴും ആ CPI ഒരു രാഷ്ട്രീയ ആദർശ നിലപാടുകൾ പുലർത്താറുണ്ട്. അതിന്റെ ഒരു ഘടന കുറെ ഒരു കമ്മ്യൂണിസം, മാർക്സിസം ഒക്കെ അതിലൊക്കെ ആത്മാർത്ഥതയുള്ള ഒരു കൂട്ടരാണ്. അതുകൊണ്ട് കാനത്തിനെ മാറ്റി നിർത്താനുള്ള കാരണം അസുഖമല്ല, കാനത്തിന്റെ മകനുമായി വന്ന ഒരു ആരോപണമാണ്. തെളിവില്ല, ഒരു ആരോപണമാണ്. ഒരു പാർട്ടിയുടെ സെക്രട്ടറിക്ക്, ഞാൻ ഒരുപാട് CPMന്റെ പഴയ കഥ ഒന്നും പറയണില്ല, അജീർ സാഹിബൊക്കെ ബാക്കിലുണ്ട്, ഒരുപാട് പറയാനുണ്ടാവും. CPM എങ്ങനെയായിരുന്നു, ഏത് തരത്തിലായിരുന്നു എന്നൊക്കെ പറയാൻ പറ്റും പണ്ടത്തെ. അതൊന്നും ഞാൻ പറയണില്ല, ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ്. കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയ കാനം പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് സ്വന്തം മകന്റെ പേരിൽ വന്ന ആരോപണമാണ്. അറിയോ നിങ്ങൾക്ക്? എന്നാൽ സ്വന്തം മകളുടെ പേരിൽ വന്ന ആരോപണം കോടതി പറഞ്ഞു, നോട്ടീസ് അയച്ചില്ലേ മുഖ്യമന്ത്രിക്ക്? എന്താ ആദ്യം പറഞ്ഞത്? PV ഞാനല്ല. എന്നാ പിന്നെ എന്താണ്, സ്വപ്ന മോഡല്ല എന്ന് പറഞ്ഞില്ലല്ലോ. കോടതി പറഞ്ഞു നോട്ടീസ് അങ്ങ് അയച്ചു. ആ നോട്ടീസ് കിട്ടിയ രാജ്യം, ആ നോട്ടീസ് കിട്ടിയാൽ എന്നിട്ട് ചോദിക്കാണ്, കുടൽനാടിനോട് ചോദിക്കാണ്, എന്ത് നിങ്ങൾക്ക് എന്താ അത്ര ബേജാറ്? മുഖ്യമന്ത്രി, ഞങ്ങൾക്കല്ല ബേജാറ്, ഞങ്ങൾ ബേജാറാവേണ്ട കാര്യമില്ല.
നിങ്ങൾ രാജ്യത്തെ സകല അന്വേഷണ കേസുകളും ഞങ്ങളെ തലയെ കൊണ്ടിട്ടപ്പോഴും ഒരു പൊടിയും ഞങ്ങൾ ഭയപ്പെടാത്തത് ഞങ്ങൾക്ക് മടിയിൽ കനമില്ല എന്നതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് ബേജാറുണ്ട്, അതുകൊണ്ടാണ് പത്രക്കാരോട് ചൂടാവുന്നത്. നിങ്ങൾക്ക് നല്ല ഭയമുണ്ട്, അത് തന്നെയാണ് നിങ്ങൾ ചൂടാവുന്നത്. നിങ്ങൾ ഇത് മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. ഈ മാസപ്പടിയെ മറക്കാനാണ് മുഖ്യമന്ത്രി ഈ ഒരു ജാഥ ആരംഭിച്ചത്. ജാഥ എന്നോട് പറഞ്ഞു അപേക്ഷയെക്കുറിച്ച് 3 കോടി അല്ല 3 ലക്ഷം പരാതി. രസമാണ്, ഞാൻ എല്ലായിടത്തും പറയുന്നൊരു തമാശ ഉണ്ട്. തമാശയല്ല, പത്രത്തിൽ വന്ന വാർത്തയാണ്. ജാഥ തുടങ്ങിയ ഉടനെ കാസർഗോഡ് ഒരു സാധു പരാതി കൊടുത്തു. എന്താ പരാതി അറിയുന്നത്? ഈ സാധുവിന് റേഷന്റെ കമ്മീഷൻ കിട്ടാനുണ്ട്. ഏജന്റാണ്, കമ്മീഷൻ കിട്ടുന്നില്ല. പരാതി സപ്ലൈ ഓഫീസർക്ക് കൊടുത്തു, ഒരു രക്ഷയില്ല. പരാതി ADM-ന് കൊടുത്തു, രക്ഷയില്ല. കലക്ടർ കൊടുത്തു, രക്ഷയില്ല. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിക്ക് കൊടുത്തു, ഒരു രക്ഷയില്ല. അപ്പോഴാണ് നമ്മളെ ബസ് വരുന്ന വിവരം അറിഞ്ഞത്. മുഖ്യമന്ത്രി അടക്കം അയാൾക്ക് ഭയങ്കര ഹാപ്പിയായി. നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. നിങ്ങൾ അറിയണം, നമ്മൾ ഈ ജാഥയെ അല്ലെങ്കിൽ ഇവരുടെ യാത്രയെ കളിയാക്കാറില്ല. അങ്ങനെ കളിയാക്കുമ്പോൾ ഉള്ളതും പറയണല്ലോ. നിങ്ങൾ അറിയേണ്ടത്, പരാതി കൊടുത്തു 3-ാമത്തെ ദിവസം അയാൾക്ക് മറുപടി കിട്ടി. അതൊരു ഗുണമാണല്ലോ. മറുപടി എന്തായിരുന്നു അറിയോ? നിങ്ങളുടെ പരാതി സപ്ലൈ ഓഫീസർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സാധനം തുടങ്ങിയത് അവിടുന്ന്. നിങ്ങളെ എന്തിന് ഈ വളപട്ടണത്തുനിന്ന് എനിക്കറിയുന്ന സുഹൃത്താണ്. വളപട്ടണം, ഞാൻ ഇവിടെ നിന്നല്ലേ പറയുന്നത്. വളപട്ടണം ഒരാൾ പരാതി കൊടുത്തു. എന്താ പരാതി എന്ന് വെച്ചാല്, ഈ പിരിവിറക്കുന്നത് വ്യാപകമായി നടക്കുന്ന റിലീഫ് മറ്റ് സൗകര്യങ്ങൾ, പിരിവുകൾ, ആ പിരിവ് ചാരിറ്റിക്ക് വേണ്ടിയുള്ള പിരിവുകൾക്ക് ക്ലാരിറ്റി വേണം. അതാണ് മൂപ്പരുടെ ഡിമാൻഡ്. KC എന്ന് പറയും, മൂപ്പരുടെ ഡിമാൻഡ് അതാണ്, ക്ലാരിറ്റി വേണം. അങ്ങനെ ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. മുഖ്യമന്ത്രി പരാതി താഴേക്ക് കൊടുത്തു. പറഞ്ഞു, നിങ്ങളുടെ പരാതി കിട്ടിയിട്ടുണ്ട്, അത് വളപട്ടണം പഞ്ചായത്ത് സെക്രട്ടറി അന്വേഷിക്കും. എങ്ങനെയുണ്ട്? രാജ്യത്ത് നടക്കുന്ന ചാരിറ്റിനെ കുറിച്ച് വളപട്ടണം പഞ്ചായത്ത് സെക്രട്ടറി അന്വേഷിക്കും. വളപട്ടണത്തിന് കിട്ടിയ പരാതി. ഇതാണ് ഈ ജാഥയുടെ ആകെ ഉള്ള ഒരു മൊത്തത്തിലെ സ്ഥിതി എന്ന് പറയുന്നത്. ഈ പരാതിയുടെ വിറ്റ് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ജാഥ പോയി അവിടെ എത്തിയപ്പോ ഇവര് പറയുന്നത്, ഇപ്പൊ മെനഞ്ഞാന്ന് കൊടുത്ത സർക്കുലർ എന്താ, നിങ്ങള് പരാതി എന്ന് എഴുതാൻ പാടില്ല, അപേക്ഷ, നിവേദനം. അവിടെ റെസീറ്റ് കൊടുത്തിട്ട് എങ്ങനെയാ വെച്ചാൽ, അപേക്ഷ കിട്ടി, നിവേദനം കിട്ടി എന്നല്ലാതെ പരാതി എന്നത് കൊടുക്കാൻ പാടില്ല. ഞാൻ ഈ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ ഇനി ഇതെങ്ങനെങ്കിലും കേൾക്കാനുള്ള ആ താല്പര്യം കേൾപ്പിച്ചു കൊടുക്കണമല്ലോ. ഞാൻ CPM ഇടതുപക്ഷക്കാരോട് ചോദിക്കട്ടെ, പരാതിയും നിവേദനവും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ നിങ്ങൾക്ക്? പരാതിയും അപേക്ഷയും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ നിങ്ങള്? അത് പ്രജയും പൗരനും തമ്മിലുള്ള വ്യത്യാസമാണ്. ഒരു പൗരനാണെങ്കിൽ അവൻ കൊടുക്കുക പരാതിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അവിടെ ഇരിക്കുന്നത് തറവാട്ട് മഹിമയുടെ ഫലത്തിലല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെ വോട്ടിന്റെ ഫലത്തിലാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയും ഞങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ ശക്തിയുള്ള പ്രജയും എന്താണ്, പൗരനുമാണ്. എന്നാൽ താങ്കൾ അവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്നത് കുടുംബ വകയാണെങ്കിൽ, അങ്ങയുടെ പിതാവ് മഹാരാജാവായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്കും കിട്ടിയ പദവിയാണിതെങ്കിൽ, അങ്ങയുടെ ഭാര്യ മഹാറാണിയാണെങ്കിൽ, അങ്ങയുടെ മകള് രാജകുമാരിയാണെങ്കിൽ, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ആണെങ്കിൽ അപേക്ഷയും നിവേദനമൊക്കെ ഞങ്ങൾ തരേണ്ടത്. പക്ഷെ നിങ്ങൾ അങ്ങനെ സ്വപ്നം കാണുന്നുണ്ടാവും, മഹാരാജാവാണ്, റാണിയാണ് എന്നൊക്കെ സ്വപ്നം കാണുന്നുണ്ടാവും. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത് 947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ മഹാരാജ്യത്താണ് എന്നതുകൊണ്ട് ഞങ്ങൾ പൗരന്മാരാണ്. ഞങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും, ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ആ പേര് മാറ്റിയാൽ എങ്ങനെ? ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പരാതിയെ പോലും ഭയപ്പെടുക. പരാതിയെ നേരത്തെ മോഹൻ ചോദിച്ചു, ലക്ഷക്കണക്കിന് പരാതി കിട്ടി, പരാതി കിട്ടുന്നതാണോ കൂടുന്നതാണോ ഒരു ഗവൺമെന്റിന്റെ എഫിഷ്യൻസി? അതല്ല, പരാതി കുറയുന്നതാണോ? പിന്നെ ഞാൻ ചോദിച്ചു, നേരത്തെ തന്നെ എല്ലാരും ചോദിക്കുന്ന ചോദ്യം, എന്തിനാണ് ഈ ജാഥ? ഇന്നസെന്റ് ഒരു സിനിമയിൽ ചോദിക്കുന്നുണ്ട്, ഗോഡ് ഫാദറിൽ ആണെന്ന് തോന്നുന്നു, ചോദിക്കുന്ന ചോദ്യമുണ്ട്, കോളേജിൽ പോയിട്ട് എന്തിനാ പഠിക്കണേ ചോദിക്കുന്നത്. അപ്പൊ അവൻ പറയണ്ട LLB-ക്ക്. അതല്ല ചോദിച്ചു, നീയൊക്കെ എന്തിനാ പഠിക്കണെന്ന് ചോദിക്കുന്നത്. അതുമാതിരി നിങ്ങൾ ഈ ജാഥ എന്താണ്? തോമസ് ചാഴിക്കാടന് ഒരു പ്രസംഗം നടന്നു, അത് കഴിഞ്ഞപ്പോ മുഖ്യമന്ത്രിയുടെ പ്രസംഗമുണ്ട്. മുഖ്യമന്ത്രി പറയാൻ, ചാഴിക്കാടന് ഈ ജാഥയുടെ ലക്ഷ്യം മനസ്സിലായിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ചാഴിക്കാടനല്ല ഒരു മനുഷ്യന് മനസ്സിലായിട്ടില്ല എന്തിനാ ഈ ജാഥ. ആർക്കാ മനസ്സിലായത്? മനസ്സിലായോ നിങ്ങൾ പറഞ്ഞു തരി. എന്തിനാണ് ഈ ജാഥ?
എന്തിനു വേണ്ടിയാണ് ഈ ജാഥ? നിങ്ങൾക്ക് റെസീറ്റ് ഇല്ലാതെ പിരിക്കാനാണോ? യഥാർത്ഥത്തിൽ ഇത് പിരിക്കാനാണ്. ഞാൻ ഈ കണ്ണൂർ നഗരത്തിൽ നിന്നല്ലേ സംസാരിക്കുന്നത്. ഈ നഗരത്തിലെ ഏത് വ്യാപാരിയാണ്, വ്യവസായിയാണ് കോർപ്പറേഷൻ ചെയർമാൻമാരും കൗൺസിലർമാരും ഇവിടെ? ഏത് കോൺട്രാക്ടറുടെ കയ്യിൽ നിന്നാണ് ജാഥക്ക് പൈസ വാങ്ങാത്തത്? കണ്ണൂർ കോർപ്പറേഷനിൽ അല്ലെങ്കിൽ കണ്ണൂർ മണ്ഡലത്തിൽ നടന്ന ജാഥക്ക് ചെലവായ പൈസ എത്രയാണ്? ഗവൺമെന്റ് കൊടുത്ത പൈസ എത്രയാണ്? നിങ്ങള് സ്കൂളുകളിൽ നിന്നും മറ്റും പിരിച്ച പൈസ എത്രയാണ്? എന്നാൽ ഇവിടുത്തെ സഖാക്കൾ പിരിച്ച പൈസയോ? ഈ ജാഥ സത്യ ആ പൈസയുടെ രസമല്ല, റെസീറ്റ് ഇല്ലാതെ പിരിക്കാൻ അനുമതി. എന്തിനാണ് ഞങ്ങള് ഇതിന് കണക്കില്ലാതിരിക്കാൻ? റെസീറ്റ് ഉണ്ടായി കണക്കുണ്ടാവുമല്ലോ. കൊടുത്തോര് ഇത്ര കൊടുത്തു എന്ന് പറയും, അടുത്ത പാർട്ടി യോഗത്തിൽ കണക്ക് വരും. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ CPM-കാരാണ്, ഓഡിറ്റബിൾ ആണ് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണെങ്കിൽ കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ എത്ര ലക്ഷം രൂപയാണ് നിങ്ങൾ പിരിച്ചത്, എത്രയാണ് ചെലവാക്കിയത് എന്ന് പരസ്യമായിട്ടൊന്ന് പറയണോ? ഇല്ല. എന്തിനായി ജാഥാരങ്ങള്? മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആവുമ്പോലെ കത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ വിഹിതം സഖാക്കൊന്നും കൊടുക്കാൻ വയ്യ. നിങ്ങൾ പറ്റും പോലെ റെസീറ്റ് ഇല്ലാണ്ട് നിങ്ങളും കട്ടോളൂ എന്ന് പറഞ്ഞിട്ട് താഴേക്കടയിലെ ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റിക്കാർക്ക് കക്കാൻ അനുമതി കൊടുത്ത യാത്രയാണ്. രണ്ടാമത്തത്, 7 കൊല്ലമായി ഗുണ്ടായിസൊന്നും നടക്കാതെ അടങ്ങി ഒതുങ്ങി നിന്നിരുന്ന CPM-ന്റെ സഖാക്കൾക്ക് തെരുവിൽ ഗുണ്ടാ പണിയെടുക്കാൻ, അവന്റെ കടപ്പ് തീർക്കാൻ നടത്തുന്ന ജാഥയാണ്. ഇതല്ലാതെ ഈ ജാഥയുടെ താല്പര്യം എന്താണ്? ഈ ജാഥയുടെ ലക്ഷ്യം എന്താണ്? നിങ്ങളൊന്ന് പറഞ്ഞേ, എന്തിനാണ്? എന്നിട്ട് പറയാണ് നവകേരള സദസ് അടിപൊളിയാണ്. സത്യാണ്, അടിയാണ്, പിന്നെ പൊളിയാണ്. അടി നമ്മള് കണ്ടു. നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് ഹെൽമെറ്റ് കൊണ്ട് തുടങ്ങിയ അടിയാണ്. ഇപ്പോഴും അടി, ഗവൺമെന്റ് അടി, അടിയോടിയാണ്. പൊളി എന്ന് പറഞ്ഞാലോ പൊളിയോട് പൊളിയാണ്. കോട്ടയം പൊരുന്ന സ്കൂൾ പൊളിച്ചു, നെന്മാറ സ്കൂൾ പൊളിച്ചു, പാമ്പാടി സ്കൂൾ പൊളിച്ചു, തിരൂർ സ്കൂൾ പൊളിച്ചു, മഞ്ചേരി സ്കൂൾ പൊളിച്ചു, പറവൂർ സ്കൂൾ പൊളിച്ചു, കോതമംഗലം സ്കൂൾ പഞ്ചായത്ത് പൊളിച്ചു, പെരുമ്പാവൂർ സ്കൂൾ പൊളിച്ചു, മാളയിലെ 3 മതിൽ പൊളിച്ചു, ചെറുതുരുത്തി സ്കൂൾ പൊളിച്ചു, വെമ്പല്ലൂർ സ്കൂൾ പൊളിച്ചു, മാവേലിക്കര സ്കൂൾ പൊളിച്ചു, കോട്ടക്കൽ ഗവൺമെന്റ് കോട്ടക്കൽ കോളേജിന്റെ മതിലും പൊളിച്ചു. പൊളിയാണ് ജാഥ. ജാഥ നമ്മളെ കുട്ടികൾ പറയില്ലേ, ഇപ്പൊ കുട്ടികളുടെ ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ, പൊളിയാണ്. സത്യത്തിൽ ഈ ജാഥ പൊളിയാണ്, പൊളിയോട് പൊളിയാണ്. നാട്ടിൽ കാണുന്ന എല്ലാ കെട്ടിടങ്ങളും. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ നാട്ടിലെ ജനങ്ങളുടെ പൈസ എടുത്തിട്ട് ഇങ്ങനെ ഇമ്മാതിരി തോന്നിയാസം കാണിക്കാൻ നാട്ടും പുറത്തൊരു ചോദ്യമുണ്ട്. ഇതെന്റെ ബാപ്പാന്റെ പൈസ ആണെന്നൊരു ചോദ്യമുണ്ട്. അതല്ല നിങ്ങളോട് ചോദിക്കേണ്ടത്. എത്ര പാവങ്ങളുടെ പൈസ ആണത് ഒരു സ്കൂളിന്റെ മതിൽ കെട്ടുന്നത്? ഈ നാട്ടിലെ പൊതുമേഖല എത്ര, ഒരു കോർപ്പറേഷൻ ആളുകളിലെ അവിടെ ചോദിക്കുന്നത് എത്ര പൈസ കിട്ടുന്നത്? ഒരു റോഡ് ഉണ്ടാക്കാൻ അവിടെ പൈസ ഉള്ളത്? എന്തിനാ പൈസ ഉള്ളത്? ഒരു മുഖ്യമന്ത്രി പോകുമ്പോ ദുനിയാവിൽ എവിടെ ഇല്ലാത്തൊരു ബസ്, എന്നിട്ട് ആ ബസ്സിനാണ് ലിഫ്റ്റിൽ ഇറങ്ങുക. ഞാനന്ന് പറഞ്ഞത് ലിഫ്റ്റിൽ ഇറങ്ങാന്നൊക്കെ പറഞ്ഞായിരിക്കും 10ാമത്തെ നിലയെന്നാണ്. അല്ല, 2ാമത്തെ സ്റ്റെപ്പ്, 1ാമത്തെ സ്റ്റെപ്പ്. അതാണ് അതിനാ ലിഫ്റ്റ്. ലിഫ്റ്റ് എടോ എവിടെങ്കിലും സൈഡാക്കിയിട്ട് അവിടെ നിർത്തിയിട്ട് ആർക്കെങ്കിലും മൂത്തിനുണ്ടെങ്കിൽ കാര്യം സാധിച്ചാൽ പോലെ. അത് പറ്റില്ല നിങ്ങൾക്ക്. എത്ര സഖാക്കളുടെ വീടുണ്ട്, പുറത്തിറങ്ങിയ ആ നാട്ടുകാർ കല്ലെറിയുന്ന ഏറ്റിൽ പേടിച്ചിട്ട് ബസ്സിൽ തന്നെ കക്കൂസ് ഉണ്ടാക്കി നടക്കണേ. ഇതുപോലെ ഒരു സ്ഥലം ലോകത്തവണ ഉണ്ടാവും. പേടിത്തൊണ്ടന്മാരാണ്, പേടിത്തൊണ്ടന്മാർ ഇല്ലേ? എന്നിട്ട് ഞങ്ങളുടെ പൈസക്ക് കക്കൂസ്, ഞങ്ങളുടെ പൈസക്ക് ലിഫ്റ്റ്. 1ാമത്തെ സ്റ്റെപ്പിന്ന് 2ാമത്തെ സ്റ്റെപ്പിന് നടക്കാൻ പറ്റാത്തവരും, അല്ലെങ്കിൽ സ്കൂളിന്റെ പുറത്ത് നിർത്തിയിട്ട് അപ്പുറത്തൊരു 100 വാര അപ്പുറത്തുള്ള സ്റ്റേജിലേക്ക് നടക്കാൻ പറ്റാത്ത ഈ മുതലിനെ കൊണ്ട് കേരളം മുഴുവൻ നടക്കാൻ ആരോട് നമ്മളോട് പറഞ്ഞത്? കുതിരാ പോലെ അവിടെ ഇരുന്നാ പോലെ. ഞാൻ ചോദിക്കണത്, സ്വിമ്മിംഗ് പൂളിലെ മുഖ്യമന്ത്രി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു സ്റ്റെപ്പ് നടക്കാൻ പറ്റാത്ത നിങ്ങൾ എങ്ങനെ സ്വിമ്മിംഗ് പൂള് നീന്തുക? കഴിഞ്ഞ ആഴ്ചയിലെ ലക്ഷങ്ങൾ ചെലവാക്കിയത്. അപ്പൊ മൂപ്പർക്ക് നീന്താനല്ല, നീന്തുന്നാരാണ് പോയി പരിശോധിക്ക്. അറിയാങ്ങള്, മൂപ്പർക്ക് നീന്താനല്ല, ഒരു അടി നടക്കാൻ വയ്യാത്ത എങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ നീന്തുക? കഴിഞ്ഞ മാസമല്ലേ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ പൈസ വാങ്ങിയത്? എന്തെല്ലാമാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു മുഖ്യമന്ത്രിയും കൂട്ടാളികളും കൂടെ കാണിച്ചു കൂട്ടുന്നത്. നാട്ടിലാണെങ്കിൽ പൈസന്റെ ഞെരുക്കാണ്, ഒന്നിനും പൈസ ഇല്ല. ഇത് പറയും ചെയ്യും, പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല, ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല എന്ന് മാത്രമല്ല, കൊടുത്താൽ തന്നെ 30% പിടിച്ചു വെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ. സപ്ലൈകോയിൽ സാധനം കൊടുക്കാൻ പൈസ ഇല്ല, നെല്ല് സംഭരിച്ചവന് കുടിശ്ശിക കൊടുക്കാൻ പൈസ ഇല്ല, കോൺട്രാക്ടർമാരുടെ കുടിശ്ശിക കൊടുക്കാൻ പൈസ ഇല്ല. 2,84,00,000 രൂപ. ഞാൻ ഈ പ്രസംഗം കേൾക്കുന്നവര് ആരെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ലൈസൻസ് പണിയൊക്കെ കഴിഞ്ഞു പക്ഷെ കിട്ടിയിട്ടില്ലല്ലോ. എന്റെ കാര്യം അറിയാങ്ങള്, കാക്കനാട് പ്രസിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് അടിക്കാൻ കൊടുക്കുന്നത് സർക്കാർ. അവിടെ 2,84,00,000 രൂപ കൊടുക്കാനുണ്ട്. അത് കൊടുക്കാത്തത് കൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. റീബിൽഡ് കേരളത്തിൽ നിങ്ങൾ പ്രഖ്യാപിച്ചത് 8,000 കോടിയാണ്. പ്രഖ്യാപിക്കാൻ ഒരു മടിയില്ലല്ലോ.
8,000 കോടി. എന്തായിരുന്നു പ്രളയമൊക്കെ വന്നപ്പോ അന്ന് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? എന്നാല് ഇപ്പൊ ഈ പ്രളയവും പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് അന്നായിരുന്നു സക്കാത്തിന്റെ പൈസ അടിച്ചു മാറ്റാൻ മെനക്കേണ്ട സമയമാണ്. ആ സമയത്ത് നിങ്ങൾ റീബിൽഡ് കേരള 8,000 പ്രഖ്യാപിച്ചു. ഞാൻ ഈ പ്രസംഗിക്കുന്ന നിമിഷം ഉണ്ടല്ലോ വളരെ ഓതന്റിക് ആയിട്ട് പറയാണ്, 500 കോടി അങ്ങനെ ചെലവഴിച്ചത്. റീബിൽഡ് കേരളയെ കാലാവധി തീരാൻ 3 മാസേ ബാക്കിയുള്ളൂ എന്ന് വെച്ചാൽ 7,500 കോടി ചെലവാകാൻ പോണില്ല. കലോത്സവത്തിന് പന്തലിടണ്ടാൻ തീരുമാനിച്ചു. ഒരു പന്തല് മതി. നമ്മളെ കുട്ടികൾ ലോകത്തിലെ ഏറ്റവും വലിയ കലോത്സവമാണ് നമ്മുടെ സ്കൂൾ യുവജനോത്സവം. ആ കുട്ടികളുടെ ഒരു പരിപാടി, അവരൊന്ന് വെയിലൊന്ന് പോകാൻ വേണ്ടി ഒരു പന്തല്. കുട്ടികൾക്ക് പന്തലില്ല. കുട്ടികളെ പൊരുവയിലേക്ക് നിർത്തിയിട്ട് 2ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ പൊരുവയിലേക്ക് നിർത്തിയിട്ട് AC ബസ്സിന്റെ ഉള്ളിൽ നിന്ന് കൈകാട്ടുന്ന ഈ മനുഷ്യൻ കാണിക്കണ ഈ മനോവികാരം ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഭ്രാന്താണ്. സത്യത്തില് മാനസിക രോഗമാണ്. ഈ പാവം കുട്ടികളെ പൊരുവയിലേക്ക് നിർത്തിയിട്ട് എന്നിട്ട് ആ ക്ലാസ് പോരാ ഫണ്ടിന്റെ എന്താ വെച്ചോ പറഞ്ഞു, ആൾക്കാർ പുറത്തുനിന്ന് കൈകാട്ടണില്ല. അത് വെറുപ്പിടിച്ചിട്ടേ കൈ. അല്ല നിങ്ങളെ കാണാനില്ല. ഗ്ലാസ് മാറ്റിയാൽ പോലെ കാഴ്ചയല്ല മാറ്റേണ്ടത്, കാഴ്ചപ്പാടാണ്. ഗ്ലാസ് മാറ്റിയ കാഴ്ച മാറുള്ളൂ. കാഴ്ചപ്പാട് മാറണമെങ്കിൽ വേറെ പണിയെടുക്കണം. ഞാൻ ചോദിക്കണത്, നിങ്ങൾ ഇതൊന്നുമില്ല എന്നിട്ട് ഇപ്പോഴാ കിറ്റ് വാങ്ങി തിന്നാൻ എന്തൊരു ഉഷാറായിരുന്നു നമ്മുടെ ആൾക്കാർക്കല്ലേ. നമ്മളെ കൂട്ടത്തിൽ പറ്റിയവരൊക്കെ ഉണ്ടാവും അല്ലേ? ഇല്ലാന്നാ പറയണില്ല. അതൊന്നും തെറ്റൊന്നല്ല, അതൊന്നും അങ്ങനെ തെറ്റൊന്നല്ല. ജനാധിപത്യ രാജ്യത്തിലാണ്, നമ്മുടെ വിഹിതമാണ്. പക്ഷെ ആ കിറ്റ് തിരിച്ചു ചോദിച്ചു തുടങ്ങി കൊടുക്കണേ. അത് തിരിച്ചു ചോദിച്ചു തുടങ്ങി. ഇപ്പൊ പറഞ്ഞ നിങ്ങള് സ്കൂൾ യുവജനോത്സവത്തിൽ എല്ലാ വീട്ടിൽ നിന്നും കിറ്റ് കൊണ്ടുപോകണം. മക്കള് പഞ്ചസാര അരിയൊക്കെ അങ്ങോട്ട് കൊടുക്കണം. പണ്ടത്തെ കിറ്റ് നിർത്തി കൊടുത്താൽ മതി. ഉള്ളവർ കൊടുത്താൽ മതി. ആ കിറ്റും കിട്ടിയിട്ട് വാങ്ങിയത് കിറ്റ് തിരിച്ചു വാങ്ങി. സ്കൂൾ യുവജനോത്സവത്തിൽ പന്തലില്ല. അപ്പോഴാണ് 10 കോടിയുടെ പന്തല് എറണാകുളം എല്ലായിടത്തും ഒരു വഴിക്ക് തിരിച്ചുവിടാം. പോയ MBA ഒരു ഭാഗത്ത്, MBA പറ്റിച്ചപ്പുറത്ത് പോയാൽ SIF ഇരിക്കുകയാണ്. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല, മറ്റതില്ല, മറിച്ചില്ല. എല്ലാരെയും വിട്ടുപിരിക്കുകയാണ്. 10 രൂപ ഇല്ല, 10 രൂപ കയ്യിലില്ല. അത് ആലോചിച്ച് നോക്ക്. ഇവിടെ ഈ ഭരണം വന്ന് എന്തിനാണ് കൂട്ടാത്തത്? വെള്ളക്കരം കൂട്ടി, വീട്ടുകാരൻ കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, ലൈസൻസിന്റെ ചാർജ് കൂട്ടി, വൈദ്യുതിയുടെ ചാർജ് കൂട്ടി, ഭൂനികുതി കൂട്ടി, അരി മുതൽ ഉപ്പ് വരെയുള്ള സകല സാധനത്തിനും വില കൂട്ടി, ബസിന്റെ ചാർജ് കൂടി, സിമന്റിന്റെ ചാർജ് വില കൂടി, മണലിന്റെ വില കൂടി, മരുന്നിന്റെ വില കൂടി, ഇതായി ആശുപത്രിയിലെ അഡ്മിഷൻ ഫീസിന്റെ വില കൂടി, വസ്ത്രത്തിന്റെ വില കൂടി, ഡീസലിനും പെട്രോളിനും കേന്ദ്രോ ഓലക്കുണ്ടെന്ന് പണിയെടുക്കുന്നുണ്ട്. പുറമെ അങ്ങനെ വകை കൂട്ടി. തമിഴ്നാടും കർണാടകമൊക്കെ പണ്ടൊക്കെ പൂതിയാവുമായിരുന്നു നമുക്ക്. നമ്മൾ അണ്ണാച്ചിമാരെന്നൊക്കെ പറഞ്ഞില്ലേ, ഓലൊക്കെ പോയിട്ട് തൊഴുത് നിൽക്കണം പോയിട്ട്. പണ്ടിങ്ങനെ വീട്ടിൽ വന്നപ്പോ നമുക്കൊരു വിലയില്ലല്ലോ. പണിയെടുക്കാൻ വന്നപ്പോ ഇപ്പോരെ കിട്ടുന്നില്ലല്ലോ. അവരൊക്കെ തിരിച്ചുപോയി. തമിഴ്നാട്ടിൽ പോയി നോക്ക്. പെണ്ണുങ്ങൾക്കൊക്കെ എന്തൊരു ജോറാണ്. നിങ്ങളെ കാലാണ്. കർണാടകയിലും തമിഴ്നാട്ടിലും പോയാല് വെറുതെ രാവിലെ ഭർത്താവിനോട് തെറ്റിയ ബസ് കയറി കൊടുത്താൽ മതി. വൈകുന്നേരം വരെ ആരും ചോദിക്കൂല, ഫ്രീ ആണ്. അങ്ങനെ പോവാം. മൂപ്പര ചൂടൊക്കെ ആകുമ്പോ വൈകുന്നേരം പോയി ഇറങ്ങിയാൽ മതി. എന്തൊരു സുഖാണ്. ടെൻഷൻ വന്ന ബസ് കയറുക. അല്ല ചോദിക്കുന്നത്, ടെൻഷൻ വന്ന ബസ് കയറുക, നാടൊക്കെ കാണാം ഫ്രീ ആയിട്ട്. നിങ്ങളെ പെണ്ണുങ്ങളെ കാലാണ്. എന്തൊരു സന്തോഷമുള്ള കാലാണ് തമിഴ്നാട്, കർണാടക. ഇവിടെ നിങ്ങൾ ഈ നമ്മുടെ കേരളത്തിൽ ഇടയ്ക്ക് ഒരു ചെറിയ പ്രദേശം കുടുങ്ങി പോയിട്ടില്ലേ, നമ്മുടെ മാഹി. ഞാൻ വിചാരിക്കും എന്തിനാ ഇത് ഈ കണ്ണിന്റെ തലം. പക്ഷെ സത്യത്തില് അതുകൊണ്ട് എന്തൊരു സമാധാനം. ഇപ്പൊ ഞാൻ തിരിച്ചു പോകുമ്പോൾ ഫുൾ ടാങ്ക് ഡീസലാക്കും. ക്യാനിൽ വാങ്ങാൻ പറ്റുമെങ്കിൽ പൊന്നാണ്. ക്യാനിൽ വാങ്ങും. 12 റുപ്യന്റെ വ്യത്യാസമാണ് ഒരു ലിറ്റർ മല്. എടോ, ഈ കേരള ഇന്ത്യ രാജ്യത്തല്ലേ CPM-കാരെ? ഈ ഇന്ത്യ രാജ്യം, തമിഴ്നാട് ഇന്ത്യയിലല്ലേ, മാഹി ഇന്ത്യയിലല്ലേ, കർണാടക ഇന്ത്യയിലല്ലേ? അവിടെ ഡീസലിന് വിലയില്ല, അരിക്ക് വിലയില്ല, ഒന്നിന് വിലയില്ല. പിന്നെ ഈ പണ്ടാറക്കാലന്മാർ ഭരിക്കുന്നോടത്ത് മാത്രം എന്താണിത്? ഇതെന്തൊരു കഷ്ടമാണ്. എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ രാജ്യത്ത് മുഴുവൻ വിദ്യാഭ്യാസ രംഗം എന്നൊക്കെ പറഞ്ഞാലും ഇപ്പൊ അടുത്ത് കണ്ട ഞങ്ങള് ഒരു സെക്രട്ടറിയുടെ വോയിസ് ചോർന്നു. അയാൾ പറയാണ് ഏപ്രിൽ അടിക്കും. പരീക്ഷ വാല്യുവേഷൻ നിൽക്കുന്നതോട് പറയാണ് ഏപ്രിൽ അടിച്ചു കൊടുക്ക് ഫുള്ളായിട്ട്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ SFIക്കാർ കോപ്പി അടിച്ച് സർട്ടിഫിക്കറ്റിനൊന്നും വില ഇല്ലാണ്ടായി. പുറത്ത് പോകാൻ വയ്യ. ഗൾഫിലൊക്കെ പോയിട്ട് സർട്ടിഫിക്കറ്റ് കേരളം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കലാണ്. ഒരൊറ്റ നോട്ടാൻ. ഇന്നത്തെ കാലത്ത് അറിയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അവർക്കറിയാം കോപ്പിയടി, മറ്റു മാർക്ക് ഫേക്കുകള്, വ്യാജ ഡോക്ടറേറ്റ്. ആ ചിന്തന്റെ ഒക്കെ ഡോക്ടറേറ്റ് നിങ്ങൾ ആലോചിച്ചോടെ. വാഴക്കൊലി തേങ്ങാക്കൊലി അറിയില്ല, എന്നിട്ട് ഡോക്ടറേറ്റ്. അങ്ങനത്തെ ഡോക്ടറേറ്റുകളായി ലോകത്ത് മുഴുവൻ ഇതിന് വിലയില്ല. ഇത് മുഴുവൻ തകർന്നു കിടക്കാൻ. അപ്പോഴാണ് പരസ്യമായിട്ട് ഒരു വിദ്യാഭ്യാസ സെക്രട്ടറി. അപ്പൊ ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത്? ഇതെന്താണെന്ന് അന്വേഷിക്കണം. പക്ഷെ അതല്ല, ശിവൻകുട്ടി പറഞ്ഞു ആ വോയിസ് അങ്ങനെ ചോദ്യം അന്വേഷിക്കണം. തർക്കമില്ല. അപ്പോഴും വോയിസ് ചോർന്ന ആ പ്രശ്നം മൂല കാരണം എന്ത്? അല്ലെങ്കിലും ഒരു വിദ്യാഭ്യാസ മന്ത്രി പറയാണ് എന്ത്? കേരളത്തിലെ സ്കൂളുകൾ കണ്ടാൽ 5 സ്റ്റാർ ഹോട്ടലാണ്
ഓർമ്മ വരിക. സത്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയെ കുറ്റം പറഞ്ഞ കാര്യമില്ല. കാരണം വിദ്യാഭ്യാസ മന്ത്രി എന്ന് കേട്ടാൽ കുട്ടികൾക്ക് ട്രൗസറാണ് ഓർമ്മ വരിക. പിന്നെ അങ്ങനെ ശിവൻകുട്ടിന്റെ ട്രൗസറാണ് ആൾക്കാർ ഓർമ്മ വരിക. അതാ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി. നിയമസഭയുടെ മോളിൽ കിടന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ആറാട്ട്. ഞാൻ ആ രംഗം നേർത്തു നേരെ കാണാൻ ഭാഗ്യം കിട്ടിയ നിങ്ങളുടെ കൂട്ടത്തിലെ മഹാനായ അവர்களാണ്. ഞാൻ നേർക്കേറെ കണ്ടതാണ്. അവിടുത്തെ ആ ജാതി പരാക്രമം നടത്തുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഒരു ഭാഗത്തുള്ളത്. ഞാൻ ചോദിക്കുന്നത്, എല്ലാ അർത്ഥത്തിലും തോറ്റുപോയ ഒരു സ്റ്റേറ്റ് എന്ത് ന്യായമുള്ളത്? രണ്ട് പരാക്രമികൾ ഇറങ്ങിയിരിക്കുകയാണ്. ഒന്ന് ഗവർണറും ഒന്ന് മുഖ്യമന്ത്രിയും. ഇന്നലെ ഗവർണർ മുട്ടായി തരുന്നില്ല, ഹലുവയും തിന്നുക നടക്കുകയാണ് കേരളം. എന്ത് ഏറപ്പന്മാരാണ് നിങ്ങളൊക്കെ? ഞാൻ അറിയേണ്ടി ചോദിക്കുന്നത്. നിങ്ങൾ അതിന്റെ പേരിൽ കേസ് എടുക്കാൻ എനിക്ക് പിന്നെ ഈ പ്രശ്നം ബേജാറില്ലല്ലോ. 14 കേസായിട്ട് ഫുൾ ട്രെയിനിങ് ആണ്. കേസ് എവിടെ പോണ ഏത് വക്കീലിനെ വേണം ഒക്കെ എനിക്ക് നല്ലോണം അറിയാം. അവിടെ പറ്റുന്നെടുത്തോളി. എന്നാൽ ഞാൻ പറയും, എന്ത് ഏറപ്പത്തരാണ് നിങ്ങൾ കാണിക്കുന്നത്? അറിയാണ്ടി ചോദിക്കുന്നത്. ഒരു ഗവർണറും ഒരു മുഖ്യമന്ത്രിയും. എടോ, ഈ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എന്താണ് സന്ദർശന കേന്ദ്രമാണ് ശബരിമല. അവിടെ സീസണാണ് ഇപ്പൊ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രം. ഇത്രയേറെ തീർത്ഥാടകർ വരുന്ന ഒരു സൗത്ത് ഇന്ത്യയിലെ വേറെ ഇടയില്ല. അവിടെ പോലീസിന്റെ പാവങ്ങള് അവര് 10 മണിക്കൂർ മുതൽ 20 മണിക്കൂർ വരെ പമ്പയിലേക്ക് പോവാൻ ദർശനം കിട്ടാൻ ക്യൂ നിൽക്കുക. അവിടെ ഒരു പോലീസുകാരനില്ല. ഉള്ള പോലീസ് മുഴുവൻ കാക്കി വിട്ടിട്ട് ഈ രണ്ടെണ്ണത്തിന്റെ ബാക്കിൽ നടക്കുകയാണ്. അവിടെ പാവങ്ങള് ബുദ്ധിമുട്ടുകയാണ്. പമ്പയിൽ നിന്ന് പോകുന്ന ബസ്സില് 50 ആളെ കയറ്റ ഒരു ബസ്സില്. മുഖ്യമന്ത്രിന്റെ ബസ്സില് ഈ പറ്റൂലല്ലോ. അവിടെ 21 ആളല്ലേ ഉള്ളൂ. ഒരു ബസ്സിൽ 50 ആള്. ഈ പോകുന്ന ബസ് നോക്ക്, പരമാവധി 50 ആളെ തിക്കി കയറ്റാം. ആ ബസ്സില് 150 പേരെ കയറ്റിയാൽ എങ്ങനെ ഉണ്ടാവും? ഓർത്തോക്കുകള്. അതാണ് അവിടെ നടക്കുന്നത്. പമ്പയിലേക്ക് പോകേണ്ട ആളുകൾക്ക് വീർപ്പ് മുട്ടുകയാ മനുഷ്യന്മാര്. അവിടെ നോക്കാനില്ല. സഖാവിനറിയോ, ഞങ്ങൾ പറയുന്ന ലീഗുകാര് ഈ ദേവസ്വം വരുമ്പോ നിങ്ങൾക്ക് ചൊറിയുന്നുണ്ടല്ലോ, വിശ്വാസികളെ ഏൽപ്പിക്കണം, ദേവസ്വമായാലും വഖഫായാലും എന്ന അഭിപ്രായക്കാരെ ഞങ്ങൾ. അല്ലാതെ ഈ അണ്ടനെ അടവോടിനെ ഏൽപ്പിച്ചാൽ എന്താവും എന്നതിന്റെ തെളിവാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന വഖഫ് മന്ത്രി അങ്ങ് പറവൂരിലെ 250 ഏക്കർ വഖഫിന്റെ ഭൂമി വെട്ടിപ്പിടുത്തക്കാർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് ഉള്ളിൽ ഈമാനില്ലാത്തോണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അത് പൊതുസ്വത്താണ്, അള്ളാഹുവിന്റെ സ്വത്താണ്. അതന്നെ ദേവസ്വം. 1200 ക്ഷേത്രങ്ങളുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ. 1200 ക്ഷേത്രം. നിങ്ങൾക്കറിയാലോ, കണ്ണൂരിൽ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളുള്ളതല്ലേ. പക്ഷെ എത്ര ക്ഷേത്രമാണ് അവിടുത്തെ നിത്യദാന ചെലവ് കഴിഞ്ഞ് ബാക്കി ഉണ്ടാവുക? എത്ര ക്ഷേത്രങ്ങളിലാണ്? ക്ഷേത്രങ്ങളിലെ പൂജാരിമാർക്ക് കിട്ടുന്ന സംഖ്യ കേട്ടാൽ മുഖ്യമന്ത്രി അങ്ങക്കൊന്ന് ആലോചിച്ച് നോക്കണം. ഈ അർമാദിക്കണുണ്ടല്ലോ, ആ പാവങ്ങൾക്ക് കിട്ടുന്നത് തുച്ഛമായ പണം. സാധുക്കളാണ്. അവിടുന്ന് കിട്ടുന്ന ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന എത്ര പൂജാരിമാരുണ്ട്? 30ഓളം ക്ഷേത്രമാണ് കേരളത്തില്. അവരുടെ നിത്യനിദാന ചെലവ് കഴിഞ്ഞ് ബാക്കി വരുന്ന ക്ഷേത്രം. ബാക്കി വരുന്ന ക്ഷേത്രങ്ങളുടെ മുഴുവൻ ചെലവ് കഴിയുന്നത് 1200-ലധികം ക്ഷേത്രങ്ങളുടെ ചെലവ് കഴിയുന്നത് ഈ ഗുരുവായൂർ, ശബരിമല അടക്കം ക്ഷേത്രങ്ങളിൽ നിന്ന് വരുന്ന വരുമാനം കൊണ്ടാണ്. നിങ്ങൾക്കിത് നിസ്സാരാണ്. നിങ്ങൾക്കിത് വിഷയമല്ല, നിങ്ങൾക്കിത് പ്രശ്നമല്ല. പക്ഷേ ഞങ്ങൾക്കിത് പ്രശ്നമാണ്. എന്നിട്ട് 2 എണ്ണം നാട് അടക്കി നടക്കുകയാണ്. ഇന്നലെ ഗവർണർ എന്താ ചെയ്തത്? അവിടെ പോലീസുകാരും അവരും മനുഷ്യന്മാരല്ലേ. അതിനിടയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനെ പോലത്തെ പല വേട്ടനായ്ക്കൾ ഉണ്ട് എന്ന് ഒഴിച്ചു നിർത്തിയാൽ അവരും പാവങ്ങളല്ലേ, ഉദ്യോഗസ്ഥന്മാരല്ലേ. ആ സാധുക്കള് പെട്ടെന്ന് ഇയാൾ തെരുവിലേക്ക് ഇറങ്ങുക. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? എന്ത് വേഷം കെട്ടലാണ് ഇതൊക്കെ? എന്ത് ഏർപ്പാടാണ്? ഒരു മുഖ്യമന്ത്രിയും ഒരു ഗവർണറും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവിടെ നിൽക്കുമ്പോ അതിന്റെ മറവിൽ തോന്നിവാസം കളിക്കുകയാണ്. ഇതാണ് ഈ കേരളത്തിന്റെ ഭരണം എന്ന് പറയുന്നത്, അഴിഞ്ഞാട്ടത്തിന്റെ ഭരണം എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടു വണ്ടിപ്പെരിയാറില് 6 വയസ്സുള്ള പെണ്ണെന്ന് പറയാൻ പറ്റുമോ? പെണ്ണ് എന്ന് പറയാൻ പറ്റുമോ? 6 വയസ്സുള്ള ഒരു കുട്ടി ആണെന്ന് പറയാൻ പറ്റുമോ? മക്കളല്ലേ അത്, പൈതങ്ങളല്ലേ അത്? 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി പീഡിപ്പിച്ച, മൃഗീയമായി കൊന്ന ഒരു തെമ്മാടി ഡിവൈഎഫ്ഐക്കാരൻ. അന്ന് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒത്തുതീർപ്പ് കളിക്കാൻ. അവസാനം എന്താണ്? കോടതിയിൽ പ്രോസിക്യൂഷനെ വീക്കാക്കി, തെളിവുകൾ മുഴുവൻ നശിപ്പിച്ചു. പിണറായി വിജയ, കോടതിയുടെ മുമ്പിൽ വെച്ച അമ്മയുടെ കരച്ചിലുണ്ട്. പൗരപ്രമുഖന്മാരുടെ സ്തുതിഗീതങ്ങൾ മാത്രം കേട്ടിട്ട് നിങ്ങൾ ഞങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ ശബ്ദം കേൾക്കും, ആ അമ്മയുടെ ശബ്ദം. ശാപം പിടിച്ച ജീവിതമായിട്ട് അവസാനിച്ചു പോകും പിണറായി വിജയ. ഇത് നല്ലതിനല്ല. ഈ പാവങ്ങളെ കൂടി കാണണം. എന്തിനു വേണ്ടിയാണിത്? എന്തിനു വേണ്ടിയാണ്? എന്നിട്ട് സജി ചെറിയാൻ പറയാൻ ഞങ്ങൾക്ക് പിണറായി വിജയൻ ദൈവമാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ സത്യം പറയും, നമ്മളൊക്കെ തന്നെ ഇപ്പതാ
എത്ര ഏളാക്കന്മാരെ കരിയജാല കിടക്കുന്ന ആൾക്കാരുണ്ട്, അബ്ദുറഹ്മാൻ സാഹിബുണ്ട്. ഞാനൊക്കെ പടച്ചോളിൽ വിശ്വസിക്കുന്ന ആളാണ്, അള്ളാഹുവിന്. എന്തൊക്കെ കുത്തിരിപ്പി നാട്ടിൽ നടന്നാലും സംഗതി എന്തെല്ലാം കുത്തിരിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്ന ഒരു ആശ്വാസം. മരിച്ചു എന്നിട്ട് അള്ളാന്റെ അടുത്ത് അതിന് നമ്മളെന്ത് ചെയ്ത സുബൈക്കൊക്കെ ആരും കാണാത്തപ്പം പോലും എഴുന്നേറ്റ് നിസ്കരിക്കും. ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാരും മറ്റെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ അല്ലേ എന്താ മരിച്ച കഴിച്ചിലാവും. മരിച്ച ആടെ ചെന്നിട്ടുള്ള ദൈവവും പിണറായിനെ പോലാണെങ്കിൽ എന്തേക്കും ആലോചിക്കും. ഇവിടുന്നോ ഈ ചങ്ങായിന്റെ ശല്യം സഹിക്കാണ്ട് അങ്ങോട്ട് പോകുമ്പോ ഈ ചെറിയാൻ പറയാ ദൈവത്തെ പോലെയാണ്. അള്ളയാണ് എനിക്ക് ദൈവത്തെ വേണ്ടാന്നറിയില്ലേ, അങ്ങനെ പറയേണ്ടി വരൂലേ? എന്തൊക്കെ ഈ കുറെ സ്തുതിപാഠക സംഘങ്ങൾ, കുറെ ആളുകൾ, മന്ത്രിമാരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജനാധിപത്യത്തിന്റെ ഒരു തീക്ഷ്ണമായ പ്രതിരോധമുണ്ട് ലോകത്ത്. ഈ എന്താണ് അധിനിവേശം വന്ന സമയത്ത് ചീന എന്ന് പറഞ്ഞു, ടിപ്പ എന്ന് പറഞ്ഞു, ചീന എന്ന് പറഞ്ഞു, ദർ ഇസ് നോ ഓൾട്ടർനേറ്റീവ് എന്നാണ്. അപ്പോഴാണ് ജനങ്ങൾ കൂടിയത്. ജനങ്ങൾ പറഞ്ഞു ദർ ഇസ് പീപ്പിൾ ഓൾട്ടർനേറ്റീവ്. ജനങ്ങളുടെ പ്രതിരോധം ഉണ്ടാക്കലാണ് ഇതിന്റെ ബദൽ എന്ന് പറയുന്നത്. അതാണ് UDF-ന്റെ ഈ സംഗമത്തിന്റെ അടിസ്ഥാനവും ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു.